കിലോമീറ്റർ ഓൾമോസ്റ്റ് പോയിട്ട് ഞങ്ങൾ വിരാട് കോഹ്ലിന്റെ ഫേവറേറ്റ് പബ്സ് കഴിക്കാൻ പോവുകയാണ്. ഞങ്ങൾ അതാണ് ഫുഡിന് വേണ്ടി എന്ത് റിസ്ക് എടുക്കും. 17 കിലോമീറ്ററോ 18 കിലോമീറ്ററോ 20 കിലോമീറ്റർ ഒക്കെ പോകും. അപ്പം പൊതുവെ ഇവിടുന്ന് ഞങ്ങൾക്ക് മെട്രോ കിട്ടുകയാണെങ്കിൽ ദാസരഹള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം. അങ്ങനത്തേക്ക് ഏകദേശം 5-6 അങ്ങനത്തെ കിലോമീറ്റർ ഉണ്ട്. അത് നമ്മൾ ഓട്ടോ പിടിച്ചിട്ടാണ് പോവാറ്. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഓട്ടോ ഒന്ന്. ബാംഗ്ലൂരിൽ നിന്ന് കാലിങ്ങനെ നമ്മുടെ പി ജിയിൽ നിന്ന് കാല് പുറത്തേക്ക് ഇങ്ങനെ ചവിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പൈസ പൊക്കോണ്ടിരിക്കും. അപ്പം അത് സേവ് ചെയ്യാൻ വേണ്ടി ഇന്ന് ബസ്സിലാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് ഞാനിവിടെ വന്നിട്ട് ബസ് കയറുന്നത്. അപ്പം എൻ്റെ കൂടെ എൻ്റെ റൂംമേറ്റ് റൂബീനെ ഉണ്ട്. ഹായ് പറഞ്ഞേ. ഹായ് ഗൈസ്. അപ്പോൾ ഇനി ഞങ്ങൾ മെട്രോയിലെത്തി നോക്കുകയാണ്. ഇന്നലെ ആക്ച്വലി ട്രെയിൻ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ഇങ്ങോട്ടേക്ക്. അപ്പം ഇനി ഇന്ന് ട്രെയിൻ ഉണ്ടോ എന്ന് ആർക്കറിയാം. ട്രെയിൻ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പം മെട്രോ ഇവിടെ കർണാടകയിൽ ലേഡീസിന് ബസ്സിൽ ഫ്രീ ആണ്. ജസ്റ്റ് ആധാർ കാർഡ് മാത്രം കാണിച്ചു കൊടുത്താൽ മതി. പക്ഷെ നമുക്ക് കിട്ടൂല, കാരണം നമ്മൾ ഇവിടുത്തെ ആൾക്കാരെല്ലാത്തിനും കൂടെ നമുക്ക് കിട്ടൂല. അങ്ങനെ ഞങ്ങൾ ദാസരഹള്ളി മെട്രോ സ്റ്റേഷൻ എത്തി ഗൈസ്. ഇനി ഇവിടുന്ന് കയറിയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് പോകണം. ഞങ്ങളുടെ ട്രെയിൻ വന്നു ഗൈസ്. സോ ഗൈസ് ഞങ്ങൾ മെജസ്റ്റിക് സ്റ്റേഷനിലെത്തി. ബാംഗ്ലൂരിന്റെ ഏറ്റവും ബിസിയസ്റ്റ് മെട്രോ സ്റ്റേഷനാണ് തോന്നുന്നു മെജസ്റ്റിക്. അമ്മാതിരി തിരക്കാണ് ഇവിടെയൊക്കെ. പിന്നെയാണെങ്കിൽ ഞങ്ങൾ ഇനി ഇവിടുന്ന് വേറെ ട്രെയിൻ മാറി കയറണം. ഇവിടെ ഇങ്ങനെ ഗ്രീൻ ലൈൻ പേർപ്പിൾ ലൈൻ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ബോർഡ് ഉണ്ടാവും ഇവിടെ, അത് നോക്കാൻ പോവാണ് ഗൈസ്. പക്ഷെ ബോർഡ് കാണുന്നത് ഓക്കെ. അപ്പം ഇതാണ് തോന്നുന്നു, ഇതാണോ ബോർഡ്? അതല്ലേ ബോർഡ്? ഇതിലൊക്കെ നമുക്കൊന്നും മനസ്സിലാവില്ല. സോ ഇതാണ് ബോർഡ് ഗൈസ്. നമ്മളിപ്പോ അപ്പൊ ടുവേർഡ്സ് വൈറ്റ് ഫീൽഡിലേക്ക് കയറുണ്ട്. ടുവേർഡ്സ് വൈറ്റ് ഫീൽഡ് പ്ലാറ്റ്ഫോം 1. ഇത് 3. 1 അങ്ങോട്ടേക്കാ. 1 ഇതാണോ? വണ്ടി ലിഫ്റ്റ് കയറണം തോന്നുന്നു. ലിഫ്റ്റ് കയറാം. മറ്റേ എസ്കലേറ്റർ ഇല്ല. അതാ 1 എസ്കലേറ്റർ കയറിയാൽ മതി. ഇത് വരുമ്പോഴത്തേക്ക് നാളെ രാവിലെയാവും. ഈ മെട്രോ സ്റ്റേഷനിൽ ക്യൂ ഒക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ ക്യൂവിൽ നിൽക്കണം ഇവിടെ എന്നിട്ടൊക്കെ. പക്ഷേ ഡോറ് തുറക്കുമ്പോൾ ക്യൂ ഒക്കെ പോകും. അത് ഇറക്കായും. സോ ഗൈസ് ഞങ്ങളിവിടെ ഹലസുരു എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ അല്ല, മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഏകദേശം 2-2.5 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു ഓല ബുക്ക് ചെയ്തിട്ട് നമുക്ക് തോംസ് ബേക്കറിലേക്ക് പോകാം. ഞങ്ങളുടെ ഓട്ടോ വന്നു, ഓലമാമൻ വന്നു. ഗൈസ് ഏതൊക്കെ കുടിച്ച് കഴിക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഫുള്ള് കുണ്ടും കുഴിയാ. പബ്സ് കിട്ടുമായിരിക്കും എന്നാണ് തോന്നുന്നത്. അവിടെ ഉണ്ടാവുന്നതാണ്. ഗൈസ് ഞങ്ങൾ അങ്ങനെ ക്ലാസ്സിലെത്തി. കൈ കാണുന്നതാണ് ബേക്കറി. സോ ഗൈസ് ഞങ്ങൾ എത്തിയിരിക്കുന്നു അറ്റ് ലാസ്റ്റ്. ഇവിടെ കുറെ പേര് പുറത്തുനിന്ന് തിന്നുന്നൊക്കെ ഉണ്ട്. പബ്സിന്റെ മണം ഇതുവരെ കണ്ടില്ല. പബ്സ് ആദ്യമായിട്ട് തിന്നാൻ പോകുന്നത്. പക്ഷെ നല്ല പബ്സിന്റെ മണം. പോയിട്ട് കാണാം പബ്സ് ഉണ്ടോ ഇല്ലേ. ഇതിന്റെ ഉള്ളില് കഴിച്ച് ചെറിയൊരു ബിവറേജ് ഒക്കെ. എവിടെ ഗൈസ് ബേക്കറി കാണുന്നില്ല. സൂപ്പർ മാർക്കറ്റ് എവിടെ? ഇതൊരു സൂപ്പർ മാർക്കറ്റ് കം ബേക്കറിയാണ് ഗൈസ്. ഒക്കെ അവിടെ കണ്ടു. എല്ലാ സാധനവും ഉണ്ട്. ക്രോസാൻസ്, ഡോണറ്റ്സ്, ഇത് ആപ്പിൾ പൈ തോന്നുന്നു. സ്വീറ്റ് ആയതും സ്പൈസി ആയതും എല്ലാ സാധനങ്ങളും ഉണ്ട് ഗൈസ്. പബ്സ് അതിൻ്റെ ഉള്ളിലാണുള്ളത്. ഇവിടെ ചീസ് കേക്ക്സ് ഉണ്ട്. ചീസ് കേക്ക്സ് ഉണ്ട്. ബ്ലൂബെറി ചീസ് കേക്കും, അത് ലോട്ടസ് ബിസ്കറ്റ് ആണ്. അത് അതുകൊണ്ടല്ലേ നമുക്ക് നമ്മുടെ സാധനം കിട്ടി. ഗൈസ് വെറും 42 റുപ്പീസ് ആയിട്ടുള്ള. അപ്പൊ ഒന്നിന് എത്ര രൂപ? 12.
12 രൂപയാണ് ഒരു പപ്സിന്. ഇല്ല, ഒരു പപ്സിന് സോറി, ഒരു പപ്സിന് 20 റുപ്പീസ്. പൊട്ടിക്ക് അത് GST ഇല്ലേ. ഇവിടെ ഇന്ന് കഴിക്കാനുള്ള സ്പേസ് ഇല്ല, അതും കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യായിരുന്നു. എന്തോ ആണ് പുറത്തൊക്കെ. ചൂട് ചൂട് ചൂട്. എങ്ങനെയുണ്ട്? നല്ല സോഫ്റ്റ്. എങ്ങനെയുണ്ട്? ഭയങ്കര സോഫ്റ്റ്. ഞാൻ ഭയങ്കര ഫ്ലേക്കിയാ. മസാല എനിക്ക് കിട്ടിയില്ല ഒരു സെക്കൻഡ്. അടിപൊളി സാധനം. ബെസ്റ്റ് ആണോ എന്ന് അറിയില്ല. ഇനി ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. സെറ്റ് സാധനം. ബേർത്താ 17 കിലോമീറ്റർ വന്നേന് ഗൈസ്. ഗൈസ് നെക്സ്റ്റ് റൗണ്ടിന് പോവാൻ പോവാണ്. ഭയങ്കര തിരക്കാണ് ഗൈസ് ഇവിടെ. അത്രയും ടേസ്റ്റും ഉണ്ട്. വാനില കേക്ക്, ലേസ് കണക്ക്, കിറ്റ്കാറ്റ്, ബ്രൗണി. ഞാൻ ഗൈസ് നീസാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ പേര് ഇവിടെ എഴുതി വെച്ചില്ല. ഫില്ലിങ്സ് ഉണ്ട്. കൊള്ളാം. കൊള്ളാം. ബണ്ണ് നല്ല സോഫ്റ്റാ. സെന്റർ പൊളിച്ച് നോക്കാം ആദ്യം എന്താ ഉണ്ടോന്ന്. ഫില്ലിങ്സ് ഉണ്ടെന്നുള്ള അതാ ഉണ്ട്. ബ്ലൂബെറി അതും എന്തോന്നാ ഭയങ്കര സോഫ്റ്റ് ആണ്. ഫില്ലിങ്സ് ബ്ലൂബെറി ബട്ട് അതങ്ങനെ ഫ്ലേവർ ഇല്ല. പക്ഷെ ബണ്ണ് അടിപൊളി ബണ്ണാണ്. സോഫ്റ്റ് ആണ്. സോഫ്റ്റാണ്. ഒരു പ്രത്യേക സ്വീറ്റ്നെസ്. നമ്മുടെ പഞ്ചസാരയല്ല, വേറെന്തോ ഒരു കൈൻഡ് ഓഫ് സാധനങ്ങൾ പോലെ കയ്യിൽ നിന്ന് സാധനം. ഗൈസ് ഈ ചീസ് കേക്കിന് വെറും എന്താ പറയുക എത്രയാണ്? സോറി ഗൈസ് ഈ ചീസ് കേക്കിന് വെറും 75 റുപ്പീസേ ഉള്ളൂ. പിന്നെ ലൈക്ക് ആ മറ്റേ സാധനത്തിന് അത് ഓറിയോ ബ്രൗണി എന്നാണ് അവർ എഴുതിയത്. തെറ്റിപ്പോയത് അവർക്ക്. നമ്മൾ വാങ്ങിച്ച ഓറിയോ ബ്രൗണി അല്ല. എന്തായാലും ശരി, അതിന് 55. കാണാൻ ഭയങ്കര ടെംപ്റ്റിംഗ് ആണ് ഗൈസ്. ഇഷ്ടമാണ്. ആ ബ്ലൂബെറിയുടെ ഇത് സൂപ്പറാണ്. അടിയിലത്തെ ഇത് നല്ല ഇതായിട്ടുണ്ട്. അടിയിലൊരു ബിസ്ക്കറ്റ് ലെയർ ഉണ്ടല്ലേ? അതെ. നിങ്ങളിവിടെ വന്നോ ഈ 3 ഐറ്റംസ് ട്രൈ ചെയ്യണം. കുറെ ഐറ്റംസ് ഉണ്ട്. ഇനിയും വേറെ കുറെ ഉണ്ട്. നമ്മളെ കൊണ്ട് പറ്റില്ല. ഇങ്ങനെ എടുക്കുമ്പോ അടിപൊളി സാധനം. ഈ സാധനം ഇതാ ക്രീം ചീസ്. ഇത് സെറ്റ്. ബ്ലൂബെറിന്റെ ഫ്ലേവർ അങ്ങനെ അറിയുന്നില്ല അല്ലേ? അങ്ങനെ വലുതായിട്ടൊന്നും അറിയില്ല, പക്ഷെ നല്ല സാധനം.